ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ് നടത്തിയിരിക്കുന്നു. കാര്യം ശരിയാണ്. സോ നമ്മൾ അതേ പറ്റിയിട്ടല്ല സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ അടുത്ത മത്സരത്തെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്തായാലും പുതിയ സൈനിങ്ങിനെ പറ്റി പറയണം എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ല. ബഗാന്റെ റിസർവ് ടീമിന്റെ ഒരു നമ്പർ 10 പ്ലെയർ ആണ് എന്നൊക്കെ എനിക്കറിയാം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് ഇങ്ങനെ കറക്കിയത് ഗോൾഡ് അതിലൊക്കെ സ്പെഷ്യലിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എങ്ങനെ കറക്കി ഗോൾ ഇടുന്നവനാണെങ്കിലും ഏത് മെന്റാലിറ്റിയിൽ കളിക്കുന്നവനാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഫിലോസഫിയിലേക്ക് വരുമ്പോ ക്ലബ് ഫിലോസഫിയിലേക്ക് വരുമ്പോ അവൻ നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറിക്കോളും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ എത്ര വലിയ അഗ്രസീവ് പ്ലെയറെ കൊണ്ടുവന്നാലും ബ്ലാസ്റ്റേഴ്സ് ഫിലോസഫിയിലേക്ക് അവൻ മാറുമ്പോ തെറ്റാകും അവൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അടുത്ത മത്സരത്തെ പറ്റിയിട്ടാണ്. പഞ്ചാബ് FC യുമായിട്ടാണ് അടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. നമ്മുടെ ഹോം മാച്ച് ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്താലും മാനേജ്മെന്റിന്റെ രോമത്തിൽ ഏശാൻ പോകുന്നില്ല. കാരണം അവര് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും റെലഗേറ്റ് ആവാതെ ഈ വർഷം കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമാണ്. അപ്പോ അങ്ങനെ എന്തൊക്കെ കാണിച്ചാലും അവര് ഈ സീസണിൽ ഇതേ ചെയ്യുള്ളൂ. ഇനിയിപ്പോ അവരെന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സീസണിൽ. സോ നമ്മള് പ്രൊട്ടസ്റ്റുകൾ പോട്ടെ, അങ്ങനെ തന്നെ പ്രൊട്ടസ്റ്റുകൾ പോട്ടെ. മാനേജ്മെന്റിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത്. മാനേജ്മെന്റിനെ എതിരെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമുക്ക് ഈ സീസൺ നമുക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് മറ്റേത് സീസണേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീസണാണിത്. കാരണം ടീം ഭയങ്കര താഴെയാണ്, ടീമിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇങ്ങനെയും റെലഗേറ്റ് ആവാതെ നോക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. അത് മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മളിപ്പോ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സീസൺ ബെറ്റർ ആവാൻ വേണ്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സീസൺ എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. അപ്പോ നെക്സ്റ്റ് സീസണിൽ നമ്മൾ ഒരു ബെസ്റ്റ് ടീമായി മാറണം. അതിനുള്ള പരിപാടികൾ മാനേജ്മെന്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊട്ടസ്റ്റുകൾ ചെയ്യുന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ അപ്പോ അടുത്ത വർഷം ടീം ബെറ്ററായി മാറുമ്പോ ഈ ടീം ISL ഇല്ല എങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും നമുക്ക് റെലഗേറ്റ് ആവാതെ ഇരിക്കണം. അതിനെന്തായാലും ഈ ടീമിനെ വെച്ച് തന്നെ കളിപ്പിക്കാനേ പറ്റൂ. അവരിനി ഈ ടീമിനെ എടുത്ത് മാറ്റി വേറെ ആരെയും സൈൻ ചെയ്യാനും ഒന്നും പോകുന്നില്ല. അപ്പോ എങ്ങനെയും ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേഡിയത്തിൽ വരിക ആളുകൾ, എല്ലാവരും സ്റ്റേഡിയത്തിൽ വന്ന് ടീമിന് വേണ്ട മോട്ടിവേഷൻ. നമ്മുടെ ടീമിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യമായുള്ള ഒരു സമയമാണിത്. ഈ സമയത്താണ് അവരെ സപ്പോർട്ട് ചെയ്യണം. 4 മത്സരങ്ങൾ തോറ്റു. സോ അവരൊരു തിരിച്ചുവരവ് നടത്തി തുടങ്ങിയിരിക്കുന്നു. മുമ്പത്തെ കഴിഞ്ഞ കളി ഈസ്റ്റ് ബംഗാളുമായിട്ട് ഈസ്റ്റ് ബംഗാളിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയി സമനില പിടിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോ നമ്മുടെ ടീമിന് സപ്പോർട്ട് ആവശ്യമാണ്. നമുക്ക് ഹോം അഡ്വാൻറ്റേജ് ഇനിയും ഒരുപാട് ഉണ്ടാക്കാൻ കഴിയും. കാരണം നമുക്ക് ഹോം മാച്ചുകൾ ഒരുപാട് കിടപ്പുണ്ട്. നമ്മുടെ ഹോമിലുള്ള മാച്ചുകളിലൊക്കെ അവർക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഫാൻസിന്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ടീമിന്. അപ്പോൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഓപ്ഷൻ. നമുക്കിപ്പോ അറിയില്ല, ഇപ്പം ഈ മാർലോൺ ആണെങ്കിലും യോക്ക് ആണെങ്കിലും വിക്ടർ ആണെങ്കിലും ഒക്കെ എല്ലാവരും ഇപ്പൊ വന്നിരിക്കുന്ന പല വിദേശ താരങ്ങളും നെക്സ്റ്റ് സീസണിൽ അവരുണ്ടാകുമോ എന്ന് പോലും അവർക്ക് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പൊ ഈ ഒരു വർഷം 13 മത്സരങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്, ആകെ ഉള്ളത്. അപ്പൊ ആ 13 മത്സരം അവർക്ക് വേണ്ടി കളിക്കണം എന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന മൈൻഡിൽ വന്ന കുറച്ച് ആളുകളാണ് അവര്. സോ അവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പ്ലേയേഴ്സിനെ, ഓരോ പ്ലേയേഴ്സിനെയും ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സീസണിൽ നമ്മൾ ഇവിടെ തുടരുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നേരെ I ലീഗിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ വിദൂരമല്ല. റെലഗേറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ് നമ്മുടെ റെലഗേഷൻ പരിപാടി. അപ്പോൾ നമ്മുടെ ടീം ഇവിടെ നിലനിൽക്കണം, ടീം ISL തുടരണം. അതിന് ഇനി അങ്ങോട്ടുള്ള മാച്ചുകളൊക്കെ ടീം വിജയിക്കുക എന്നത് നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ്, ആരാധകരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. സോ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുക, മാനേജ്മെന്റിനെതിരെ കഠിനമായി തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യുക. സോ എഴുതിൽ വരിക, എല്ലാവരും ടീമിനെ സപ്പോർട്ട് ചെയ്യുക, ടീമിന് വേണ്ട എല്ലാം കൊടുക്കുക. മാനേജ്മെന്റ് ഔട്ട്. താങ്ക് യു.